ഇനിയിപ്പോൾ NDA 210 പറയുമെന്ന് എൻ്റെ സംശയം. ഏതായാലും അതൊന്നും അർത്ഥമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പിണറായി വിജയൻ ഒരു നാടകവും കളിക്കേണ്ട. ജനങ്ങൾക്കറിയാം UDF അധികാരത്തിൽ വരാൻ പോകും. ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒരു മനസ്സോടെ UDF അധികാരത്തിൽ വരും. അതിന് ഒരുമിച്ച് പ്രവർത്തിക്കും. ഞാൻ പ്രവാസി വ്യവസായിയുമായിട്ട് ഇപ്പോൾ ഇതറിഞ്ഞപ്പോൾ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഡി മണിയായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇതിനെപ്പറ്റി വളരെ വിശദമായൊരു അന്വേഷണം നടത്തിയാൽ വസ്തുതകൾ കൂടുതൽ പുറത്തു വരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടെയാണ് ഈ സ്വർണ്ണം? എവിടെ പോയി? ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഈ സ്വർണ്ണം എവിടെ? തൊണ്ടി മുതൽ എവിടെ? അത് ഇതുവരെ SIT പറയുന്നില്ലല്ലോ. ഗോവർദ്ധൻ്റെ കയ്യിലുള്ള 300 ഗ്രാം അല്ലല്ലോ. ആ സ്വർണം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? പ്രവാസി വ്യവസായിയോട് ഇപ്പോൾ ഈ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നു, അദ്ദേഹം ഇത് സംബന്ധിച്ച സൂചനകൾ നൽകിയിരുന്നു. അതിനെപ്പറ്റി ശരിയായ അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഞാൻ ആ വിവരം അവരോട് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അല്ലാണ്ട് ഇതുമായിട്ട് എന്ത് പിന്നെ ബന്ധമുള്ളത്? ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് ഈ പ്രവാസി വ്യവസായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഞാൻ SITയോട് പറയണം. ഞാൻ പറഞ്ഞു. ഇനി അവർ അന്വേഷണം നടത്തി കണ്ടുപിടിക്കാനുള്ള വ്യവസായിയിൽ നിന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. എനിക്കറിയില്ല എന്താണ്, എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഡി മണിയായിട്ട് ബന്ധമില്ല. പക്ഷേ ഞാൻ ചില സൂചനകൾ നൽകിയത് പരിശോധിച്ചാൽ വസ്തുതകൾ കൂടുതൽ വ്യക്തമാകുമെന്നാണ് അദ്ദേഹം. വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഡി മണിയിലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. അല്ല, അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ഏതായാലും അദ്ദേഹം വേണേൽ കോടതിയിൽ തന്നെ 164 കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. വിദേശ വ്യവസായി അല്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ SITയുടെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2 പോലീസ് അസോസിയേഷനിൽ ഇവരുമായി ബന്ധമുള്ള 2 പേരെ നിയമനം തടഞ്ഞു വെച്ചിരുന്നു. അത് ആ നിയമനം വീണ്ടും നടത്തി. അപ്പോൾ CPM-മാരുടെ ആഭിമുഖ്യമുള്ള പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഇപ്പോഴും SITയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. അതൊക്കെ സംശയാസ്പദമായ കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ SITക്ക് കൈമാറി. SIT പ്രവാസി വ്യവസായിയെ വിളിച്ച് ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നാണ് എന്നോട് പറയുന്നത്. രാഷ്ട്രീയ ആരോപണത്തിനപ്പുറത്തേക്ക് ഇപ്പോഴും അങ്ങും അതേ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹം എൻ്റെ ആരോപണം അല്ലല്ലോ ഇത്. എന്നോടൊരു നിങ്ങളത് മനസ്സിലാക്കണം. എന്നോടൊരു വ്യക്തി പ്രവാസി വ്യവസായി വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. സാറേ, എനിക്കിത് വെളിയിൽ പറയാൻ പേടിയാണ്, അതുകൊണ്ട് സാർ ഇതെന്തെങ്കിലും ചെയ്യണം. ഞാൻ SIT എടുക്കൽ കത്തെഴുതി. SIT പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആളിനെ വിളിച്ച് ചോദ്യം ചെയ്യണം. അയാളുടെ നമ്പരും കൊടുത്തു, പേരും കൊടുത്തു. അവർ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ അദ്ദേഹം ഇപ്പോഴും അത് ഉറച്ചു നിൽക്കുകയാണ്. ഡി മണിയായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അദ്ദേഹമായിട്ട് ബന്ധമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഈ സംഭവം ഗുരുതരമാണ്, ഇത് അന്വേഷിച്ചു പോയാൽ ഈ തൊണ്ടി മുതൽ കണ്ടെത്താൻ പറ്റുമെന്ന്. സ്വർണം കിട്ടിയിട്ടില്ല. ഏതായാലും ഇപ്പോഴേതായാലും കുറച്ച് ദിവസങ്ങളായി ചില സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഈ പോലീസ് അസോസിയേഷൻ്റെ 2 ഭാരവാഹികളെ, CPM-നോട് ബന്ധമുള്ള 2 ഭാരവാഹികളെ ഇതിൽ വെക്കാൻ നിർബന്ധം പിടിച്ചതോടുകൂടി SIT നിർബന്ധം പിടിച്ചെന്നാണ് അറിയുന്നത്. അത് മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതോടുകൂടി ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു. നേരത്തെ ഞങ്ങൾക്ക് അവരുടെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തിയായിരുന്നു. ഞാനത് ചാനലിലൂടെയൊക്കെ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ 2 പേരെ CPM-മായി ബന്ധമുള്ള അവരുടെ അസോസിയേഷൻ്റെ 2 ആളുകളെ വെച്ചതോടുകൂടി ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു. അപ്പം അതുകൊണ്ട് പ്രവാസി വ്യവസായി ഇന്നും ഇപ്പം എന്നോട് പറഞ്ഞു, ഞാൻ വാർത്ത കഴിഞ്ഞിട്ട് അദ്ദേഹത്തോട് സംസാരിച്ച് പറഞ്ഞു, ഞാൻ കോടതിയിൽ വേണേ 164 കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇത് അന്വേഷിക്കണമെങ്കിൽ വിശദമായ അന്വേഷണം ഇനിയും നടക്കട്ടെ. അതാണ് CBI. മറ്റ് സംസ്ഥാനങ്ങളിൽ ബന്ധമുള്ള അന്തർദേശീയ തലങ്ങളിൽ ബന്ധമുള്ളൊരു കേസായി ഇത് മാറുകയാണ്. അതുകൊണ്ട് കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം കൊണ്ട് വസ്തുതകൾ കൂടുതൽ പുറത്തു വരികയും ഇനിയിപ്പോൾ NDA 210 പറയുമെന്ന് എൻ്റെ സംശയം. ഏതായാലും അതൊന്നും അർത്ഥമൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും പിണറായി വിജയൻ ഒരു നാടകവും കളിക്കേണ്ട. ജനങ്ങൾക്കറിയാം UDF അധികാരത്തിൽ വരാൻ പോകും. ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ ഒരു മനസ്സോടെ UDF അധികാരത്തിൽ വരും.
അതിന് ഒരുമിച്ച് പ്രവർത്തിക്കും. 13-14 തീയതികൾ വരും. അതിനെന്താ തെറ്റ്? ഞങ്ങളൊക്കെ കാണുന്നല്ലേ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി അവരോട് സംസാരിച്ചെങ്കിൽ ഒരു തെറ്റുമില്ല. ഞാനുമായി സംസാരിച്ചിരുന്ന ഈ കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യമാണ്. അവിടെ സെനഡ് നടക്കുകയാണ്. അവിടെ അവരെ കണ്ടാൽ എന്താ തെറ്റ്? ഞാനും ഒരു രഹസ്യമില്ല. ഞാനും ഉമ്മൻചാണ്ടി ഇതിനു മുമ്പും ഞങ്ങൾ അവരെ ഇതുപോലെ പോയി കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതിലൊരു തെറ്റുമില്ല.